സ്വീറ്റ് ബ്ലഡ് എന്ന BL സീരീസിന്റെ എപ്പിസോഡ് 6ന്റെ എക്സ്പ്ലനേഷനുമായി അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിനുവിന്റെ മുമ്പിലൂടെ ഒരു വണ്ടി സ്പീഡിൽ പോയിട്ട് ബാലൻസ് തെറ്റി മിനു ബാക്കിലേക്ക് വീഴുമ്പോൾ മിനുവിനെ നമ്മുടെ ലൂസിഫറിന്റെ ചേട്ടനായ ലൂസിയർ കയറി പിടിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ മിനുവിന് അറിയത്തില്ല കേട്ടോ ഇതൊരു വാമ്പയർ ആണെന്നൊന്നും. മിനു അങ്ങനെ ഇയാൾ അത്ഭുതത്തോടെ നോക്കുകയാണെങ്കിൽ എവിടെ നിന്ന് കയറി വന്നു, ആൾ നല്ലൊരു ലുക്കൊക്കെയാണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ വാമ്പയർ ചോദിക്കുന്നുണ്ട് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിനു പറയുന്നുണ്ട് അതെ ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല ആൻഡ് താങ്ക്സും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാമ്പയർ പറയുന്നുണ്ട്, അതായത് ലൂസിഫറിന്റെ ചേട്ടനായ ലൂസിയർ പറയുന്നുണ്ട് ഇന്ന് നിനക്ക് എന്തോ ബാഡ് ലക്ക് ഉണ്ടെന്ന് തോന്നല്ലോ. അപ്പൊ മിനു ചോദിക്കുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം, നമുക്ക് കൈ മുറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴാണ് മിനു അവന്റെ കയ്യിലേക്ക് നോക്കുന്നത്. നോക്കുമ്പോൾ കയ്യിൽ ചെറിയൊരു സ്ക്രാച്ച്, ചെറുതെന്ന് പറഞ്ഞ ഒരു ഉറുമ്പ് അടിച്ച പോലത്തെ ഒരു സാധനം. ആൻഡ് ഈ മിനു ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ വാമ്പയർ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബാൻഡേജ് പോലത്തെ സാധനം എടുത്തിട്ട് കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് വാമ്പയർ പറഞ്ഞുകൊണ്ട് എന്തോ ഭാഗ്യം എൻ്റെ അടുത്തൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിന്റെ മുറിവിൽ വെച്ച് കെട്ടാൻ പറ്റിയെന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മുടെ മിനുവിനാണെങ്കിൽ ഭയങ്കര ലുക്കുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് മുന്നേ കണ്ടപ്പോൾ ക്രഷസ്റ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ എന്താണെന്നറിയില്ല മിനുവിനെ ഇഷ്ടപ്പെട്ടു. മിനു അങ്ങ് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും, അങ്ങ് അലിഞ്ഞു പോയ പോലെയാണ് മിനു ഇയാളെ നോക്കിയിരിക്കുന്നത്. ആൻഡ് മിനു ഇയാളോട് പറയുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്താണല്ലോ, അപ്പോൾ ഒരു താങ്ക്സ്, ഒരു നന്ദി സൂചകം എന്ന മട്ടില് ഞാനവിടെ ഒരു കോഫി ഷോപ്പിലാണ് വർക്ക് ചെയ്തത്, ഒരു കോഫി കുടിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ നമ്മുടെ മിനുവിനെ പെട്ടെന്ന് കോഫിയുടെ ഷോപ്പിന്റെ ഓണർ ആണെന്ന് തോന്നുന്നു ആരും വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മിനു ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ഇയാളോട് വർത്താനം പറയാൻ നോക്കുമ്പോൾ നമ്മുടെ വാമ്പയറിനെ അവിടെ എവിടെയും കാണുന്നില്ല. ആൻഡ് മിനുവിന് അറിയില്ലല്ലോ ഇത് വാമ്പയർ ആണെന്ന്. മിനു അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല. അപ്പൊ തന്നെ മിനു ആലോചിക്കുന്നുണ്ട് ഇത് എന്തൊരു സ്ട്രേഞ്ച് മനുഷ്യനാണ്, ദേ വന്ന് ദാ പോയി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മുമ്പിൽ നിന്ന ആളാണ് ഇപ്പൊ കാണുന്നില്ല. ആൻഡ് മിനു ആ കയ്യിലോട്ടും കൂടെ നോക്കി ഒന്ന് ചിരി, ഒരു നാണമൊക്കെ, ചിരിയും വരുന്നോടെ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് മിനു അങ്ങ് നടന്നു പോവാണ്. അവിടെ കൊണ്ട് ആ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിലെ വീടാണ് കാണിക്കുന്നത്. സംഭവം രാത്രിയായി. നമ്മുടെ വാമ്പയർ ആണെങ്കിൽ അവിടെ ഇരുന്ന് ബോറടിച്ചിരുന്നിരുന്ന് ഉറക്കം തോന്നുവാണ്. ആ ടൈമിൽ നമ്മുടെ മിനു വീട്ടിലേക്ക് കയറി വരുവാണ്. കഥക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ നമ്മുടെ വാമ്പയർ ഓടി മിനുവിന്റെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് മിനുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര ലേറ്റ് ആയെന്ന്. അപ്പൊ മിനു പറയുന്നുണ്ട് ഞാൻ സാധാരണ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെയാണ് വന്നത്, പിന്നെ ഇത് മേടിക്കാൻ കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നു, അതാ ലേറ്റ് ആയെന്ന്. അപ്പൊ നമ്മുടെ വാമ്പയർ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം പറയുന്നുണ്ട്. എന്നിട്ട് വാമ്പയറിന് ചോദിക്കുന്നുണ്ട് ഇതെന്താ മീറ്റ് ആണോന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു അതേ മീറ്റ് ആണ്, ഞാൻ ബീഫും മേടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ വാമ്പയറിന് പച്ച മാംസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് മിനു പ്രോമിസ് ചെയ്തിട്ടും കൂടിയാണ് പോയത് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മേടിച്ചിട്ട് തരാമെന്ന്. എന്നിട്ട് മിനു പറയുന്നുണ്ട് നമുക്ക് ഇന്ന് രാത്രി ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന്. എന്നിട്ട് ഇവരാണെങ്കിൽ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ച് ഇരുന്ന് കഴിക്കുകയും പിന്നെ കുറച്ച് ആൽക്കഹോളൊക്കെ ഉണ്ട് അടുത്ത്, അങ്ങനെ ഇരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ വാമ്പയർ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മിനു പറയുന്നുണ്ട് അതായത് കുറച്ച് നാളായിട്ട് എനിക്കും അസുഖമൊന്നുമില്ല നിനക്കും അസുഖമൊന്നുമില്ല, പിന്നെ ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം, അതായത് ഇന്നലെ പേയിങ് ഡേ ആണ്. അപ്പോൾ സാധാരണ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, പിന്നെ ബാക്കി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കും, അല്ലാണ്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂംമേറ്റോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നീ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് മിനു പറയുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ മിനു പറയുന്നുണ്ട് ഈ ഒരാഴ്ച ബാഡായിട്ട് വന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ആ ഒരു സ്ക്രാച്ച് ആൻഡ് കാർഡ് എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നല്ലത് തന്നെയാണ് നമ്മുടെ മിനു പറയുന്നു. ആ ടൈമിൽ നമ്മുടെ വാമ്പയർ പറയുന്നുണ്ട് എന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാലും ഒരിക്കലും എംറ്റി ആയിട്ടുള്ള അൺനെസസറി ഡ്രീംസിന്റെ ബാക്കിലേ പോകരുതെന്ന്. അപ്പൊ നമ്മുടെ മിനു പറയുന്നുണ്ട് നിനക്കതിന് എന്തറിയാം വാമ്പയർ, നിന്റെ വാമ്പയർ വേൾഡ് പോലെ ഒന്നും അല്ല ഇവിടെ ജീവിക്കണമെങ്കിൽ കാശ് വേണം, അതൊക്കെ വിട്, നീ ഇരുന്ന് കഴിക്കാൻ പറയുന്നു. അങ്ങനെ വാമ്പയർ കുറച്ചെടുത്ത് കഴിച്ചിട്ട് പറയുന്നു വാവ് ഇപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കഴിക്കാൻ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കുടിച്ചിട്ട് അത്യാവശ്യം നല്ല മത്തായിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വാമ്പയർ മിനുവിന്റെ കയ്യിലെ ആ ഒരു ബാൻഡേജ് കാണുന്നത്. എന്നിട്ട് വാമ്പയർ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവിച്ചതെന്ന്. അപ്പൊ നമ്മുടെ മിനു പറയാണ് നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയി, ഇന്ന് ഞാനൊരു മനുഷ്യനെ കണ്ടു, എന്റെ പൊന്നെ എന്ത് സൗന്ദര്യമാണ്, ഹാൻസം എന്നൊക്കെ പറഞ്ഞാല് കറക്റ്റ് ടിവിന്ന് ഒരു ഡ്രാമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങി വരൂലേ, അത്രയ്ക്ക് സുന്ദരൻ. എന്നെ ആണെങ്കിൽ ഒരു വണ്ടി ഇന്ന് ജസ്റ്റ് എന്നെ അങ്ങ് പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ ബാലൻസ് തെറ്റൊന്ന് ബാക്കിലേക്ക് വീണായിരുന്നു. അപ്പൊ ഈ പുള്ളിയാണ് എന്നെ ഒന്ന് പിടിച്ചത്. എന്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു മുറിവ് കണ്ടിട്ട് ബാൻഡേജ് ഇട്ടു. എന്നിട്ട് അയാൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഭയങ്കര ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ വാമ്പർ ഇത് ഒട്ടും പിടിക്കുന്നില്ലേ. നമ്മുടെ വാമ്പർ അപ്പൊ തന്നെ പറയുന്നുണ്ട് കാണാൻ വലിയ ലുക്കുള്ളവന്മാരൊന്നും അത്ര നല്ലവന്മാരല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ ഒരു കുശുമ്പ് കൂടി ഇങ്ങനെ സംസാരിക്കുവാണ്. ഇത് കേട്ടപ്പോഴും നമ്മുടെ മിനുവിന് മനസ്സിലായി നമ്മുടെ വാമ്പറിന് നല്ല കുശുമ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ മിനു ചോദിക്കുന്നുണ്ട് സത്യം പറയടാ നിനക്ക് കുശുമ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാമ്പയർ പറഞ്ഞു പിന്നെ കുശുമ്പാവാൻ പറ്റിയൊരു സാധനം, എനിക്ക് കുശുമ്പൊന്നുമില്ല, പിന്നെ ഒരാൾക്ക് അപകടം പറ്റുന്നത് ഒന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അന്നേ പറഞ്ഞില്ലേ വെറുതെ മുറിവും അപകടം ഒന്നും പറ്റരുതെന്ന്, അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി നിനക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാന്നും പറയുന്നുണ്ട്.
അപ്പോഴത്തേക്കും നമ്മുടെ മിനു ഓ ആയിക്കോട്ടെ നിനക്ക് കുശുമ്പില്ല ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാമ്പയർ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിളിക്കണം, ഞാൻ വാമ്പയർ ആണ്, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തി നിന്നെ രക്ഷിക്കാൻ പറ്റും, അല്ലാണ്ട് ഇതുപോലത്തെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊന്നും സഹായം അന്വേഷിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും സഹായം തേടരുത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിനു പറഞ്ഞിട്ട് ഓ ആയിക്കോട്ടെ അമ്പ്ര, നീ എന്തെങ്കിലും പറ്റുവാണ് നിന്നെ തന്നെ വിളിച്ചേക്കാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വാമ്പയർ കുറച്ച് സീരിയസ് ആയേ വാമ്പയർ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇതുപോലെ ഹേർട്ട് ആവരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിനുവിന് തന്നെ മനസ്സിലായി വാമ്പയർ കുറച്ച് സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോൾ മിനു എന്താക്കി, ഒന്ന് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിനു പറഞ്ഞു ഞാൻ കുറച്ച് അധികം കുടിച്ചു എന്ന് തോന്നുന്നു, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വാമ്പയർ ആണെങ്കിൽ മിനുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവിടെ അങ്ങ് ഇരുത്തിക്കുകയാണ്. മിനുവിനെ വാമ്പയർ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക്, അതായത് മുഖത്തിൻ്റെ ആ ഒരു ഫേസിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പം മിനു ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പം നമ്മുടെ വാമ്പയർ പറയുവാണ് എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട് എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ഞാൻ നിന്നെ അറിയിച്ചില്ലെങ്കിൽ അത് ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിനുവിന് ഒരു കിസ് ചെയ്യുവാണ്. ആ കിസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ മിനു ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് മിനു ഞെട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് മിനുവും അതിനോട് റെസ്പോണ്ട് ചെയ്യുവാണ്. അതായത് നമുക്കിവിടെ കാണിക്കാം മിനുവിനും വാമ്പയറിന് ഇഷ്ടമാണ്, വാമ്പയറിന് മിനുവിനെ ഇഷ്ടമാണ്. ഇതിന് ശേഷം ഇവരുടെ ഒരു ഇൻറ്റിമസി സീനിലേക്കാണ് പോകുന്നത്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ വാമ്പയറിൻ്റെ തന്നെ മൈൻഡിൽ കുറേ തോട്ട്സ് വരുവാണ്. അതായത് ഞാൻ എന്താണ് ഈ മനുഷ്യന് വേണ്ടി, അതായത് ഒരു ഹ്യൂമനും ആയിട്ടാണോ ഞാൻ പ്രണയത്തിൽ ഏർപ്പെടുന്നത്, ഇത് ജസ്റ്റ് ആൽക്കഹോൾ കൊണ്ടാണോ അതോ ഇവൻ്റെ ബ്ലഡിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണോ അതോ ഇനി ഇതിനെയാണോ ഭൂമിയിലുള്ളവർ പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ വാമ്പയർ ഇങ്ങനെ ചോദിക്കുവാണ് വാമ്പയറിനോട് തന്നെ. അങ്ങനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ എപ്പിസോഡ് 7ൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാം. ആൻഡ് എൻ്റെ എക്സ്പ്ലനേഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാതെ വീണ്ടും കാണാം. ബൈ.